ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്റ്റാൻഡാണ്. നമ്മുടെ ടി വിയിലൊക്കെ വെക്കുന്ന ഒരു ബേസ് സ്റ്റാൻഡാണ്. നമ്മുടെ പല വീടുകളിലും നമ്മൾ വാടക വീടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഈ വാൾമോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടി വി ആയിരിക്കും. ചിലപ്പം വീട് മാറുന്ന സമയത്ത് അടുത്ത വീട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ മാറിപ്പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സ്റ്റാൻഡ് മിസ്സിങ് ആയി പോകാൻ, ബേസ് സ്റ്റാൻഡ് മിസ്സിങ് ആയി പോകാൻ സാധ്യതയുണ്ട്. ചുമരിൽ വെക്കാൻ പറ്റാത്ത സാധ്യതയുണ്ട്. സ്റ്റാൻഡ് ഇല്ലാതെ വരുന്ന ടി വി ഉണ്ട്. സ്റ്റാൻഡ് പൊട്ടിപ്പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അതായത് ബേസ് സ്റ്റാൻഡ് ടി വിയുടെ താഴെ വരുന്ന കാല് പൊട്ടിപ്പോകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. കറണ്ടക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇത്. നമ്മുടെ ടി വി സ്റ്റാൻഡ്, അതായത് ചുമരിൽ വെക്കുന്നതല്ല, മേശപ്പുറത്ത് വെക്കുന്ന സ്റ്റാൻഡാണിത്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ ഇതെങ്ങനെ വാങ്ങാമെന്നുള്ളതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം. എത്ര രൂപയാണെന്നുള്ളതും കൊടുത്തേക്കാം. നമുക്കിന്നത് ഒരു 55 ഇഞ്ച് സോണി ടി വിയിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നുള്ളത് കാണിക്കും. 32 ഇഞ്ച് ടി വി മുതൽ 75 ഇഞ്ച് ടി വി വരെ ഇതിൽ വയ്ക്കാമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 55 ഇഞ്ച് ടി വിയിൽ സോണിയിൽ നമുക്ക് എങ്ങനെ വയ്ക്കാം എന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് കിട്ടിയൊരു പീസാണ്. ഇതിലെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്, വെക്കേണ്ടതൊക്കെ ഉള്ളതിൻ്റെ ഒരു കാറ്റലോഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെത് ഒരു QR കോഡ്, എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതെന്നുള്ളൊരു QR കോഡും ഇതിൻ്റെ കൂട്ടത്തിൽ വരും. സംശയമുള്ളവർക്ക് ആ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിലോട്ടായിരിക്കും പോകുന്നത്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് അറിയാം. ഇതിൽ 2 സ്റ്റിക്ക് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ലെഗ് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ 32 ഇഞ്ച് ടി വിയിൽ വെക്കുന്നതിനെക്കാട്ടിൽ നല്ലത് വലിയ ടി വികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. 32 ഇഞ്ചിൻ്റെ ചെറിയ ടൈപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റാൻഡായിട്ട് വെക്കേണ്ടതാണ്. സ്റ്റാൻഡായിട്ട് തറയിൽ വെക്കേണ്ടതാണ്. ബാക്കി ഇത് ടി വിയുടെ പുറകിൽ പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു വീഡിയോ ഡെമോ കാണാം. നമുക്കിതിപ്പോൾ 55 ഇഞ്ച് സോണിയാണ്. സ്റ്റാൻഡ് ഇല്ല. ഇതിൽ സ്റ്റാൻഡിൻ്റെ ഓപ്ഷൻ ഇതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്റ്റാൻഡ് മിസ്സിങ് ആയി പോയെന്ന് ഇരിക്കട്ടെ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് മാറിയ സമയത്ത് സ്റ്റാൻഡ് നമ്മുടെ ഇന്ന് മിസ്സായിപ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോയെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് ഇതിൽ ഫിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ടി വി പൊട്ടാതെ അടിയിൽ ഒന്നും ഇല്ലാതെ, അതായത് സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു മെത്തയിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലത്തിലോട്ട് ഇങ്ങനെ കിടത്തി വെക്കുക, കമഴ്ത്തി വെക്കുക. അതിനുശേഷം എല്ലാ ടി വികളിലും വാൾ മൗണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4 സ്ക്രൂ ഉണ്ടായിരിക്കും. എല്ലാ ടി വികളിലും സാധാരണ വരുന്നത് തന്നെയാണ്. ഇത്രയും സാധനങ്ങൾ നമ്മളിതിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഈ ഒരു 4 ഹോള് വരുന്നത് അടിവശത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ. ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ. ഈ 4 ഹോള് ഇങ്ങനെ താഴെ വരുന്ന രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. താഴെ വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിന് പൊക്കത്തിനും നീളത്തിനും ഒക്കെ അനുസരിച്ച് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ വയ്ക്കുക. ഇതിൽ കുറച്ച് ഒരു സ്പാനർ കൊടുത്തിട്ടുണ്ട്. സ്ക്രൂ പല ടൈപ്പിലുള്ള, ഓരോ ടി വിക്കും ഓരോ അളവിലായിരിക്കും ഇതുപോലെ സ്ക്രൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ അളവിനുള്ള സ്ക്രൂ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ നോക്കി എടുത്തേക്കുക. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. ഇതിലെല്ലാം നമുക്ക് ആവശ്യം വരത്തില്ല. നമുക്ക് ആവശ്യം വരുന്ന മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറിൽ വരുന്ന നട്ടും ബോൾട്ടുമാണ് നമുക്ക് ആവശ്യം വരുന്നത്. 4 വീതമാണ് ഇത് വരുന്നത്. ഇത്രയാണ് നമുക്ക് വരുന്നത്. പിന്നെ ആവശ്യം വരുന്നത് ഇതിൽ ഏതാണോ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന സ്ക്രൂ. ഇത് നമുക്കിതിൽ സൂട്ടാകത്തില്ല. ഇതാണ് നമുക്കിതിൽ സൂട്ടാകുന്ന സ്ക്രൂ വരുന്നത്. അപ്പോൾ ഇത് നല്ല ലെങ്ത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇത്രയും ലെങ്ത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു ബുഷ് ഇട്ടിട്ട് വേണം നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ഈ 2 സാധനങ്ങൾ നമ്മളിതിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇനി ഈ സാധനങ്ങളൊന്നും നമുക്ക് വലിയ ഉപയോഗമില്ല.
ഈ ആ സ്പാനർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റുകയാണ്. നിങ്ങൾ ഈ 2 ക്ലാമ്പും ടി വിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ 2 ലെഗുകളാണ്. ഇതാണ് നമുക്ക് തറയിൽ, അതായത് മേശപ്പുറത്ത് വെക്കേണ്ടത്. അതിനെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇവിടെ ആയിട്ടാണ്. ഒന്നെങ്കിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെയായിട്ട് ഫിറ്റ് ചെയ്യുക. അതിനായിട്ട് ഈ കാണുന്ന സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കും ഇത് പിന്നെ കറങ്ങത്തില്ല, ഇത് ലോക്കായിട്ട് തന്നെ നിൽക്കും. ഇതിനകത്തേക്ക് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇതാണ്ട് ഈ ഒരു സ്പാനർ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ഇത്തിരി നീളം കൂടുതലോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നീളം കൂട്ടേ കുറയ്ക്കുക, പൊക്കം കൂട്ടേ കുറയ്ക്കുക നമുക്ക് ചെയ്യാം. നമുക്കിത് ടി വി ഒന്ന് മേശപ്പുറത്ത് വെച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പുള്ളി കിട്ടണുണ്ടോ ടി വി? ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ടി വി നമുക്ക് മേശപ്പുറത്ത് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് മേശപ്പുറത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ തറയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നത്, ഇത്രയും ഡിസ്റ്റൻസ്, വലിയ ടി വി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ലെഗ് വരുന്നത്, വലിയ വലിയ ടി വികളുടെ ലെഗ് വരുന്നത് ഈ സൈഡിലായിരിക്കും, 2 സൈഡിലായിരിക്കും. ചെറിയ മേശയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. പെട്ടെന്നൊന്നും പിള്ളേർ തള്ളിയിട്ട് കഴിഞ്ഞാൽ വീഴത്തില്ല. ഇത്രയും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വീഴത്തില്ല. ഇതിപ്പം നമ്മളൊരു ഫോമിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ആട്ടം വരുന്നത്. അല്ലെങ്കിൽ അത്രയും കുലുക്കം വരുന്നത്. തടിയുടെ മേശയോ അല്ലെന്നുണ്ടെങ്കിൽ മാർബിളോ അങ്ങനെ എന്തെങ്കിലും പുറത്താണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ ആട്ടം വരത്തില്ല. ഇതിപ്പോൾ ഫോം ആയതുകൊണ്ടാണ് ഇത്രയും കുലുക്കം വരുന്നത്. ഇതുപോലെ നിങ്ങളും സ്റ്റാൻഡിന് വേണ്ടി കിടന്ന് പെടാപ്പാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡ് നിങ്ങൾക്ക് പൊട്ടിപ്പോയതാണെങ്കിലോ മിസ്സായി പോയതാണെന്നുണ്ടെങ്കിൽ, ഇതുപോലൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ചെറിയ മേശപ്പുറത്തും നമ്മുടെ ടി വി ടേബിൾ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.